റിപ്പോർട്ടറിന്റെ ബിഗ് ഇലക്ഷൻ ഇമ്പാക്ട് വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പാലക്കാട്ടെ വ്യാജ വോട്ട് പരാതിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇടപെട്ടിരിക്കുന്നു. BLOമാരുടെ അടിയന്തര യോഗം നാളെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചേരും. മണ്ഡലത്തിലെ മുഴുവൻ BLOമാരും സെക്ടർ ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. വ്യാജ വോട്ട് പരാതിയിൽ അന്വേഷണം നടത്താൻ ഡെപ്യൂട്ടി കളക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. റോഷിപാൽ നൽകും പാലക്കാട് നിന്ന് വിശദമായ വിവരങ്ങൾ. റോഷിപാൽ, ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 5 ദിവസമാണുള്ളത്. വ്യാജ വോട്ട് പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ റിപ്പോർട്ടർ വാർത്തയിൽ ഉൾപ്പെടെ ഇടപെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് പെട്ടെന്നുള്ള നടപടികൾ? വ്യാജ വോട്ടുകൾ കണ്ടെത്തുക, തിരുത്തുക എന്നതിലേക്കാണോ പോകുന്നത്? വിനീത, വ്യാജ വോട്ട് വിവരം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി ഈ വിഷയത്തിൽ BLOമാരുടെ സഹായം ലഭിച്ചു എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി BLOമാരുടെ യോഗം ജില്ലാ കളക്ടർ തന്നെ നിർദ്ദേശിച്ച് ഇപ്പോൾ ഇലക്ടറൽ ഓഫീസർമാർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. മുഴുവൻ BLOമാരും നാളെ 11 മണിക്കാണ് പാലക്കാട് ആ യോഗം ചേരുന്നത്. കാരണം പല ബൂത്തുകളിലും ഈ തരത്തിൽ വ്യാജ വോട്ടുകൾ, തൊട്ടടുത്ത മലമ്പുഴ മണ്ഡലങ്ങളിൽ നിന്നും വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടതായുള്ള വിവരങ്ങൾ, അത് റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. ഈ 4 ബൂത്തുകളിൽ മാത്രം നടത്തിയ പരിശോധനയിൽ 100ഓളം വ്യാജ വോട്ടുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഓരോ വീടുകളിൽ പോയി വോട്ടർമാരുമായി ആശയവിനിമയം നടത്തിയത്. അപ്പോൾ കൃത്യമായി ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അന്വേഷണം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ, ഇലക്ടറൽ ഓഫീസർ ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അടിയന്തരമായി പ്രദേശത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. അതിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും മണ്ഡലത്തിൽ വ്യാപകമായി വ്യാജ വോട്ടുകളുണ്ടെന്ന ആരോപണം വിവിധ രാഷ്ട്രീയ കക്ഷികളും ഇതിനോടകം ഉയർത്തി. ഇരട്ട വോട്ടുകൾ അടക്കം അതിന്റെ വിവരങ്ങളും പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ പട്ടികയിലെ ക്രമക്കേടുകൾ അടക്കം വിശദമായി പരിശോധിക്കും. BLOമാർ എന്ത് സഹായമാണ് ചെയ്തത്, അവരുടെ സഹായം സംഘടിതമായി വോട്ട് ചേർക്കാൻ ലഭിച്ചോ എന്നതടക്കം വിശദമായി പരിശോധിക്കാനാണ് സാധ്യത. ഏതായാലും നാളെ നടക്കുന്ന യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി എന്ത് ചെയ്യണം, ഈ വ്യാജ വോട്ടിൽ ഇനി എന്ത് ചെയ്യണം കമ്മീഷൻ എന്ന കാര്യത്തിൽ ഒരുപക്ഷെ തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അത്തരമൊരു നിർദ്ദേശങ്ങൾ, ഇനി പരിശോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ, നിലവിലെ പട്ടിക പരിശോധിച്ച് വ്യാജ വോട്ടുകൾ കണ്ടെത്താനുള്ള നിർദ്ദേശങ്ങൾ BLOമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമോ എന്നതറിയാൻ നാളത്തെ മീറ്റിംഗ് കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. വിനീത, ശരി, ഏതായാലും അടിയന്തര നടപടികൾ സ്വീകരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.